ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചിരുന്ന സമരക്കാർക്ക് നേരെ വെടിവെക്കും. അങ്ങനെ വെടിവെക്കുമ്പം കുറേ പേര് മരിക്കും, രക്തം ചിതറും. അപ്പം അങ്ങനെ മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഈ പ്രതിഷേധക്കാരെ ആശുപത്രിയിലേക്ക് എത്തിക്കും. ഇങ്ങനെ വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് ടി ജി മോഹൻദാസ് ഒരു വളരെ മോശപ്പെട്ടിട്ട് ആളുകൾ ഇപ്പം വ്യാഖ്യാനിക്കുന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നേരത്തെ തന്നെ സംഘപരിവാർ അനുകൂലികളൊക്കെ ഈ പ്രതിഷേധത്തെ ഒട്ടും അനുകൂല നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കൽ മാത്രമാണോ, അതോ എന്താണ്? അദ്ദേഹം ഒരു സ്റ്റാലിൻ ആവാനാണോ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്? സ്റ്റാലിന് ഇത്തരത്തിലുള്ള മനോഭാവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ല, അദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ പുറത്തേക്ക് വന്നു എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇപ്പോൾ ഈ സമരം വിജയിക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തതിൻ്റെ എല്ലാ രോഷവും പുള്ളിയുടെ മനസ്സിലുണ്ട്. പക്ഷെ പുള്ളി യഥാർത്ഥത്തിൽ 71 വയസ്സായി, 17 വയസ്സല്ല. 17 വയസ്സായിരുന്നെങ്കിൽ വള്ളിച്ചൂരിൽ അടിക്കേണ്ട പ്രായമായിരുന്നു. ഇതിപ്പോൾ 71 വയസ്സായി എന്നുള്ളത് മാത്രമേ നമ്മൾ കണക്കൂട്ടേണ്ടതുള്ളൂ. പിന്നെ പുള്ളിയൊക്കെ എന്താ ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായത് അവിടെ 22 കുട്ടികൾ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി എഴുതി ഈ ഇന്ത്യ ഗവൺമെന്റിനെയും ഭാരതത്തിനെന്ന് പറയുന്ന പുള്ളിയൊക്കെ പറഞ്ഞ പോലെ മഹത്തായ രാഷ്ട്രത്തെയും വിശ്വസിച്ച് പരീക്ഷ എഴുതിയ കുട്ടികൾ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ ചതിക്കപ്പെട്ടു എന്നറിഞ്ഞ് 22 പേർ ആത്മഹത്യ ചെയ്യുകയും അതിലേറെ ആളുകൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുമ്പോൾ ആ പുള്ളി പറയണത് അവർക്ക് വേണ്ടി, അതായത് ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മാവിന് വേണ്ടി, അവരുടെ ഈ പറയുന്ന പോലെ നീതിക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ള ആളുകളെ കൂടി അങ്ങോട്ട് വെടിവെച്ച് കൊല്ലണമെന്നാ പറഞ്ഞു തന്നെ, അല്ലേ? ഇതാണ് എക്സാക്ട് വാക്കുകൾ. ഇതാണ് എല്ലാവരും കേട്ടതാണ്. ഒന്നും കൂടി പറയാം. എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. ജന്തർ മന്ദർ പരിസരത്ത് 4 സ്ക്വയർ കിലോമീറ്റർ പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേർ മരിക്കും, കുറേ പേർ മരിക്കില്ല, കുറേ പേർ അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലേക്ക് എത്തിക്കും. ഇത് യഥാർത്ഥത്തിൽ അവിടെ ഒരു രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കണമായിരുന്നു. അപ്പൊ ഇത് സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുപ്പിന്റെ ഒരു സംഗതി ഇതിലുണ്ട്. അല്ല, ഇത്രയും ഒരു കാര്യത്തിൽ എനിക്ക് RSSനോട് സന്തോഷമുണ്ട്. കാരണം ഇയാളെ ഇയാൾക്ക് ഔദ്യോഗിക ഭാരവാഹിത്വമൊന്നുമില്ല. പുള്ളീനൊന്നും ചുമന്നുകൊണ്ട് നടക്കാത്തതിൽ എനിക്ക് RSSനോട് അത്ര നന്ദിയുണ്ട്. കാരണം എന്തായാലും നരേന്ദ്രമോദിനെയാണല്ലോ പ്രധാനമന്ത്രിയാക്കിയത്. പുള്ളിക്ക് കുറച്ചുകൂടി ബോധമുള്ളതുകൊണ്ടാണ് പുള്ളി ഇത് ചെയ്യാത്തത്. അല്ല, മോഹൻ ഭാഗവതിന് ഇതിലും ബോധമുണ്ട്. അല്ല, അതാ പറഞ്ഞ ഇവർക്കൊക്കെ ഇതിലും ബോധമുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന പുള്ളി ഇത് ചെയ്യാത്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയിൽ ഇവര് എന്നാണ് അടിച്ചു പുറത്താക്കേണ്ടത് എന്നുള്ളത് മാത്രമേ ഇവർ ചിന്തിക്കേണ്ടതുള്ളൂ. കാരണം ഈ സമരം ഇപ്പൊ ഏതാണ്ട് ഒരു പരിധി വരെ ഒന്ന് അടങ്ങി ഒരു പ്രശ്നമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇതുപോലെ സംഘപരിവാറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ചാനലിലും കയറി വെറും വിവരക്കേടുകളും വേണ്ടാത്തരങ്ങളും പറയുന്ന ഒരു പുള്ളി വന്നിട്ട് ഇപ്പൊ ഇതുപോലെയുള്ള കമന്റ് കൂടി പറയുന്നത്. ഇയാളെ ഇപ്പൊ ഇന്നോ നാളെയോ തള്ളി പറഞ്ഞില്ലെങ്കിൽ ഇത് വലിയ ദുരന്തമായിരിക്കും. പിന്നെ ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ ഇത് ഒരു സഡൻ പ്രകോപനം കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു പോയതല്ല. കാരണം പത്രിക എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ 30 മിനിറ്റുള്ള ഒരു വീഡിയോ ആണിത്. ആ 30 മിനിറ്റുള്ള വീഡിയോയിൽ പുള്ളി ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ അങ്ങ് തള്ളി പറിക്കുന്നുണ്ട്. ഞാനായിരുന്നുവെങ്കിൽ അതുകൊണ്ടാണ് തന്നെ ഒന്നും ഇവിടെ ഒന്നും ആക്കാത്തത്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഒന്നും ആക്കാത്തത് ഇതുകൊണ്ടാണ്, മനസ്സിലായ? പിന്നെ ഇത് ആദ്യത്തെ വിവരക്കേടൊന്നുമല്ല. പണ്ട് മറ്റേ എംബാപ്പയെ കുറിച്ച് ഇതുപോലെ ഒരു വിവരക്കേട് പറഞ്ഞു, ഏത് കറുമ്പനാണെന്ന്. പുള്ളി പിന്നെ വെളുത്ത് മറ്റേ ആപ്പിൾ പോലെ ഇരിക്കണോണ്ട് പുള്ളിക്ക് കളിയാക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ പുള്ളി ഈ പറയുന്ന ഇതാ പറഞ്ഞേച്ചാ ഒന്ന് ആലോചിച്ച് നോക്കുക. അവൻ കറുമ്പനാണ്, എന്നേക്കാൾ കറുമ്പൻ ഞാൻ നോക്കിയപ്പോ എന്ന് പറഞ്ഞ് ഏത് ഈ ഫുട്ബോളിൽ ലോകകപ്പിൽ ഗോള് നേടിയ വളരെ മികച്ച പ്രകടനം കഴിഞ്ഞ ലോകകപ്പിൽ നടത്തിയിട്ടുള്ള കിലിയൻ എംബാപ്പയെ കുറിച്ച് പറഞ്ഞ ഒരാളാണ്. പിന്നെ ഇവരെയൊക്കെ ചുമന്നണ്ട് കിടക്കണ ഇതുപോലെയുള്ള കുറെ നമ്മുടെ യൂട്യൂബ് കാഴ്ചക്കാരുണ്ട്. കാരണം ഇവരൊക്കെ പറയണത് ശരിയാണെന്ന് വിചാരിക്കുന്നത്. ഇയാൾ അതുപോലെ തന്നെ വേറൊരു ചാനലിൽ നിന്ന് പറയുകയാണ്, മറ്റേ ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാകും എന്ന് പറഞ്ഞത് ഒരു CPMന്റെ നേതാവാണെന്ന്. അപ്പൊ ആരാണെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ കെ ദാമോദരൻ. തൊട്ടപ്പുറത്തിരുന്നത് ഭാഗ്യത്തിന് നമ്മുടെ പുള്ളിയായിപ്പോയി, സ്വരാജായിപ്പോയി. സ്വരാജ് പിന്നെ അപഹസിച്ചൊന്നുമില്ല. സ്വരാജ് പറഞ്ഞ ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ കേശവൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവാണത് പറഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇയാൾക്കത് അറിയാൻ പാടില്ല. പക്ഷെ ഇയാളൊക്കെ ഇതുപോലെ വായി തോന്നിയ വണ്ടത്തരങ്ങൾ വെറുതെ അങ്ങോട്ട് തട്ടിവിടണേണ്. അതിൽ ഈ പറയുന്ന എത്ര ക്രൂരതയാണ് പുള്ളി പറഞ്ഞേക്കണ. ഈ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊച്ചു നീറ്റ് പരീക്ഷ എഴുതിയിട്ട്
ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിനൊരിക്കലും പിന്തുണയ്ക്കാൻ അല്ല ഞാൻ ചോദിക്കണത്, എന്റെയോ നിങ്ങളുടെയോ വേണ്ട, പുള്ളിയുടെ വീട് എന്റെയോ നിങ്ങളുടെയോ വീട്ടിൽ നിന്ന് ഒരു കൊച്ച്, ആ കൊച്ച് എന്തിനു വേണ്ടി ഒരു തെറ്റ് ചെയ്തിട്ട് അവൻ പോയി മരിക്കണേന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും, ഞാൻ പറഞ്ഞത് ഇതുപോലും നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല, പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു നീറ്റ് പരീക്ഷ എന്ന് പറയുന്ന ഇന്ത്യ, അതായത് ഈ രാജ്യം നടത്തുന്ന പരീക്ഷയിൽ വിശ്വസിച്ച ആ പരീക്ഷ പോയി എഴുതിയതിനു ശേഷം ആ പരീക്ഷ കോപ്പി അടിക്കപ്പെട്ടു അല്ലെങ്കിൽ ലീക്ക് ചെയ്യപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് നീതി കിട്ടില്ല. ഒരു ആകാംക്ഷ ചതുർവേദി എന്ന് പറഞ്ഞാൽ കൊച്ചെഴുതി വെച്ചേക്കണം, ഇത് വായിച്ചു നോക്കണം. അതായത് വായിച്ചു നോക്കിയിട്ടുള്ളത് എന്താണ്, ഞാൻ എനിക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്, എന്നെ ഡോക്ടറാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു, നിങ്ങളുടെ സ്വപ്നങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്ത 23 കുട്ടികൾ, അതിനേക്കാൾ മുമ്പ് ആത്മഹത്യ ചെയ്തിട്ടുള്ള 70ഓളം കുട്ടികൾ, എന്നാൽ 93 കുട്ടികൾ കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ ആത്മഹത്യ ചെയ്ത, എഴുതിയ 270 പരീക്ഷകളിൽ 152 ലീക്ക് ചെയ്തിട്ടുള്ള ഒരു പോക്കൃത്തരത്തിനെതിരെ ഈ നാട്ടിലെ യുവജനത പ്രതിഷേധിക്കുമ്പോൾ ഇയാൾ പറയണവരെ വെടിവെച്ചു കൊല്ലുമെന്നാ, എന്റെ പൊന്ന്. ശരി, സത്യം പറയണ്ടെങ്കിലല്ല ഈ പുള്ളിക്ക് ഞാൻ പറയണത്, ഞാൻ അയാൾ മോശമായിട്ടൊന്നും പറയാൻ തയ്യാറല്ല. പുള്ളി അതിലൊരു ഉദാഹരണം പറയുന്നുണ്ട് ഈ വീഡിയോ തന്നെ. അതായത് 2ാം നിലയിൽ നോക്കുമ്പോൾ ഉള്ള കാഴ്ചയല്ല, 3ാം നിലയിൽ നോക്കുമ്പോൾ ഉള്ളത്, 41ാം നിലയിൽ നോക്കുമ്പോൾ വേറെ കാഴ്ചയാണെന്നാണ്. 41ാം നിലയിൽ നിന്ന് കാഴ്ച ഉണ്ടാവും, ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഉന്തിയിടുന്നതാണ് എന്നുകൂടിയാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ താഴെ ചെന്ന്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ശരിക്കുള്ള സമരമല്ല, ഇതിന്റെ പിന്നിൽ ഹൈജാക്ക് ചെയ്ത് രാഷ്ട്രവിരുദ്ധ ശക്തികളാണെന്നാണ് ഉദ്ദേശിച്ചത്. രാഷ്ട്രവിരുദ്ധ ശക്തികളാ? അതിനെക്കുറിച്ച് ഇനി വേറൊരു എസ് എനിക്ക് എഴുതാണ്ട് വേണമെങ്കിൽ, ഇല്ല മറുനാടൻ ഷാജന്റെ ഒക്കെ വീഡിയോകളെ കുറിച്ച്. മനസ്സിലായ? ഗൗതടക്കം ഒരു തവണ എന്നെ വിളിച്ചിരുന്നു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. എന്തായിരുന്നു ഓർമ്മയുണ്ട? എന്താന്ന് ഓർമ്മയുണ്ട? ഓക്കെ അനസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഒരുത്തനിരുന്ന് കുറച്ച് വിവരക്കേടുകൾ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ശരിയാണ്, പാർലമെന്റ്, അവൻ സ്വപ്നം കണ്ടത് പാർലമെന്റിൽ വെടിവെപ്പ് നടത്തുന്ന, കത്തിക്കുന്നതും മറ്റേ അവധി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്ന് ഗൗതം, ഇവിടെ 20,000 പേര്, 15,000 പേര്, 60,000 പേര്, 1,00,000 പേര് ഒരു പ്രതിഷേധത്തിന് ചെല്ലുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു വീട്ടിൽ നിന്ന് പറയുന്ന കമന്റ് എടുത്തിട്ടാണോ ഈ പ്രതിഷേധക്കാർ മുഴുവൻ ഇങ്ങനെയാണെന്ന് പറയേണ്ടത്? ഇനി അതിനേക്കാൾ വലിയൊരു തോന്നിവാസം കാണിച്ചു. ആരാന്നറിയോ? മനോരമ ഇതുപോലെ ഷാജനൊക്കെ കൂടി. എന്താ പറഞ്ഞുതരാം, മനോരമ എന്താ കാണിച്ചതെന്നറിയാമോ? മനോരമ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ നടത്തുന്ന, അതും ഗൗതം എന്നോട് പറഞ്ഞ് വിളിച്ചതാണ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞ്, ഒരു പയ്യൻ മറ്റേ ഒരു വീഡിയോയിൽ മനോരമയ്ക്ക് ഒരു ബൈറ്റ് കൊടുത്തു ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വെച്ച്. എന്താ ബൈറ്റ് കൊടുത്തത്? ഇത് മറ്റേ ലോകത്തിന്റെ അവസാന നാളുകളാണ്, ഖുറാനിൽ എഴുതി വെച്ചേക്കണ പോലെ വരികയാണ് എന്നൊക്കെ പറഞ്ഞാണ് ബൈറ്റ് കൊടുത്തത്. എന്താ സംഭവം എന്നറിയോ ഗൗതം? ഈ കോഴിക്കോട് വയനാട് ഉള്ള ഒരു വീട്ടിലെ, സാധാരണ വീട്ടിലെ പയ്യൻ, ഒരു പാവം വീട്ടിലെ പയ്യൻ, ആ പയ്യൻ മാനസിക അസ്വസ്ഥം ബാധിച്ച് കോഴിക്കോട് മെന്റൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന പയ്യൻ, അതിനുശേഷം വിദേശത്തേക്ക് ജോലിക്ക് പോയ പയ്യൻ, അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയ പയ്യൻ, വീണ്ടും ഈ അസ്വസ്ഥതകൾ, മാനസികമായ അസ്വസ്ഥതകൾ കാണിച്ച പയ്യൻ എങ്ങനെയോ ജന്തർ മന്ദറിൽ എത്തിപ്പെട്ടതാണ്. ആ പയ്യന്റെ വാക്കെടുത്ത് വെച്ചാണ് ഈ പ്രതിഷേധക്കാരെ കണക്കിലെടുക്കേണ്ടത്. ഈ ഞാൻ തിരിച്ച് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നേ, നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞത് അവർ രാജ്യദ്രോഹികളാണെന്നല്ലേ? ഇന്നിപ്പോ ഷാജനടക്കം എല്ലാവരും മാറ്റിയിട്ടുണ്ട്, അവർ രാജ്യദ്രോഹികളല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, നമ്മളവരെ കൂട്ടി. ഞാൻ ചോദിക്കട്ടെ, രാജ്യദ്രോഹികളാണെന്ന് നിങ്ങൾ ഒരാളെ വെറുതെ വായി തോന്നി വിളിക്കേണ്ട പേരാണോ രാജ്യദ്രോഹി എന്നുള്ളതൊന്ന്? ഇനി രണ്ടാമത്തത്, അങ്ങനെ രാജ്യദ്രോഹിയാണെങ്കിൽ എന്താ നിങ്ങൾ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യാതെ മറ്റേ JP നഡ്ഡയും ജിതേന്ദ്ര പ്രസാദും ഒക്കെ ചെന്ന് ചർച്ച ചെയ്യണം എന്തിനാ? അപ്പൊ നിങ്ങൾക്ക് ഒന്നിനും മറുപടിയില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ടും ഈ നായക്ക് മറ്റേ മുറുറുപ്പ് എന്ന് പറയണ പോലെ പറയണേണ്, അതൊന്നും പോരാ, അവരെ എന്ത് ചെയ്യണമായിരുന്നു? വെടിവെച്ച് കൊല്ലണമായിരുന്നു. എന്തിനാടോ എന്താണോ നന്നാവാത്തത്? ഈ ഓക്കെ അനസ് എന്ന് പറയുന്ന യൂട്യൂബറാണ് പാർലമെന്റ് കത്തിക്കണം, ഈ ജനാധിപത്യത്തിന്റെ പുസ്തകം ഉണ്ടല്ലോ അത് പിച്ച് ചീന്തണം എന്നൊക്കെ പറഞ്ഞത്. പിന്നീട് അവൻ മാപ്പ് പറയുകയും ചെയ്തു, അവനെതിരെ കേസും ഒക്കെ എടുത്തിട്ടുണ്ട്. അവൻ എന്താണോ പറഞ്ഞത് അതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ല, ഒരു കാര്യം, അവൻ മാപ്പ് പറഞ്ഞതിന് ശേഷം മറ്റേ ഇവിടെയുള്ള മറ്റേ മറുനാട് ഷാജിന്റെ വീഡിയോ കണ്ടു. ആ മാപ്പ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞേക്കണം. മാപ്പ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, അവനെ അറസ്റ്റ് ചെയ്യണമെന്ന്. അപ്പൊ ഈ പുള്ളിനെ എന്ത് ചെയ്യണം? പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു അതും ഇതും സമാനമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. രണ്ടും തെറ്റല്ല. ഞാൻ സമാനമായിട്ടല്ല വിലയിരുത്തുന്നത്. ഞാൻ സമാനമായിട്ടല്ല വിലയിരുത്തുന്നത്. കാരണം അവനൊക്കെ ഒരു വിവരവും ഇല്ലാത്ത ഒരു ആളാണെന്നുള്ളത് നമുക്ക് ഒറ്റ വാക്കിൽ, അവന്റെ 3 മിനിറ്റുള്ള വീഡിയോയിൽ 3 സെക്കൻഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഒരു ഭാഷ പറഞ്ഞുതരാം, അവൻ മറ്റേ ഭാഷ തന്നെ ഞാൻ പറഞ്ഞുതരാം. അവൻ മറ്റേ രാവിലെ ടർഫിൽ കളിക്കാൻ പോയപ്പോഴത്തേക്കും മറ്റേ കുത്തി വീണു എന്നാണ് അവൻ പറയണ. മനസ്സിലായി? അപ്പൊ തന്നെ അവന്റെ ഭാഷയിൽ നമുക്ക് കാര്യം മനസ്സിലായി. അവൻ പറയണത് നേപ്പാളിൽ അവൻ പോയി കല്ലെറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയണം. അവൻ വെറുതെ തള്ളണ ഒരുത്തനാണ്.
പക്ഷേ അങ്ങനെയാണോ ഇദ്ദേഹം? അങ്ങനെയല്ല ഇദ്ദേഹം, അതാണ് പ്രശ്നം. അയാൾ ആ ലെവലിലാണ് ഞാനൊന്ന് പുള്ളി പറഞ്ഞാൽ മതി, എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പുള്ളിനെ ജനം TV വിളിക്കുന്നു, വരെ അവരുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നത് വിളിക്കുന്നു, മറ്റ് നിരവധി യൂട്യൂബ് ചാനലുകൾ വിളിച്ച് വീഡിയോ എടുപ്പിക്കുന്നു, എന്നിട്ട് RSS സൈദ്ധാന്തികൻ എഴുതി ചേർക്കുന്നു. RSS യഥാർത്ഥത്തിൽ അധിക്ഷേപിക്കുകയാണോ? ഏതാ? ഇപ്പൊ ഞാൻ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മോഹൻ ബാബുവിന്റെ ചില പരാമർശങ്ങൾ, അദ്ദേഹം ഒരു പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ, അത് എന്താണ് ഡയറക്റ്റ് ആയിട്ട് മോദിക്കെതിരെയുള്ള അറ്റാക്ക് ഒന്നും അല്ലെങ്കിലും, അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള അറ്റാക്ക് ഒന്നും അല്ലെങ്കിലും, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ വായിക്കുമ്പോൾ കുട്ടികളെ കേൾക്കണം, ആജ്ഞയല്ല വേണ്ടത്, സമവായമാണ് വേണ്ടത്, ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു, അതോറിറ്റിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. LGBTQ+ കമ്മ്യൂണിറ്റിയെ നമ്മൾ അംഗീകരിക്കണം, അവർക്ക് ഡിഗ്നിറ്റിയും ഈക്വൽ സ്പേസും കൊടുക്കണം, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് RSSന്റെ തന്നെ നിലപാടാണോ എന്നുള്ളത് ഉള്ളിലിരിപ്പൊക്കെ മിക്കവാറും കറക്റ്റ് ആയിരിക്കും. പക്ഷെ RSSന് ഒരു ബുദ്ധിയുണ്ട്. കാരണം ഇതുപോലെയുള്ള വേളാങ്കിത്തരമൊന്നും അവര് പുറത്തൊന്നും പറയില്ല. കാരണം അവർ 240 സീറ്റുകളിലേക്ക് നരേന്ദ്രമോദി 303 നിന്ന് ചുരുങ്ങിപ്പോയപ്പോഴും ഇതുപോലെ ജനങ്ങളുടെ തീർപ്പ് അന്തിമമാണെന്നും ആ ജനങ്ങളുടെ തീർപ്പ് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് ലേഖനം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മറ്റേ എല്ലാ ക്ഷേത്രങ്ങളുടെ താഴെയും നിങ്ങൾ ശിവലിംഗം തിരേണ്ട എന്നുള്ളതും പുള്ളി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുള്ളിക്കറിയാം ഇത് ഏത് പരിധി വരെ ഈ സാധനം കത്തിക്കണമെന്നും, അത് കഴിഞ്ഞിട്ട് ഇത് കത്തിച്ചാൽ എന്താണ് ഈ പറയുന്ന പോലെ സ്വന്തം കാലിനടി കിടന്ന് പൊട്ടുമെന്നും ഒക്കെ RSSന് അറിയാം. പക്ഷെ അതുപോലും വിവരമില്ലാത്ത, ഇതുപോലെ വിഷമോപിപ്പിക്കുന്ന ഇതുപോലെയുള്ള ആളുകളെ പറഞ്ഞു വിട്ടതുകൊണ്ടാണ് കിലിയൻ എംബാപ്പെ കറുത്ത ഒരാളായിട്ട് തോന്നുന്നതും. ഇതുപോലെ ഈ നാട്ടിലെ 23 കുട്ടികൾ അത് മരിച്ചുപോയാൽ പുള്ളിക്കൊരു കുഴപ്പമില്ല കേട്ടാ. പുള്ളിക്ക് അത് തീരണില്ല, കൊതി തീരണില്ല. പുള്ളി പറഞ്ഞാൽ അവര് മരിച്ചു, ഇനി ഇവരെയും കൂടി കൊന്നാൽ പുള്ളിക്ക് എന്ത് ചെയ്യും, തൃപ്തിയാവുമെന്നാ പറയണം. ഇപ്പൊ ഈ നമ്മുടെ ജനാധിപത്യം നമുക്ക് നൽകുന്ന ഒരു വലിയ സവിശേഷത എന്ന് പറയുന്നത് എതിർ ശബ്ദങ്ങളെ ഉണ്ടാകാം, അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളെ അംഗീകരിക്കുക, ശരിയാണെങ്കിൽ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അത് നമുക്ക് സോവിയറ്റ് റഷ്യയിൽ കാണാൻ പറ്റിയിട്ടില്ല. അവിടെ ഇതേപോലുള്ള ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ആവിർഭവിച്ച ആ ഒരു സ്വപ്നം ഉണ്ടല്ലോ, അതുപോലുള്ള സ്വപ്നങ്ങളല്ല, യാഥാർത്ഥ്യങ്ങൾ യഥാർത്ഥത്തിൽ സോവിയറ്റ് റഷ്യയിൽ നടന്നിട്ടുണ്ട്. അവിടെ ഗ്രേറ്റ് പർജ് പോലുള്ള വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. സർക്കാരിനെ ചോദ്യം ചെയ്ത, ഭരണകൂടത്തെ ചോദ്യം ചെയ്ത എഴുത്തുകാർക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സ്റ്റാലിൻ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, സത്യമാണ്. അപ്പം യഥാർത്ഥത്തിൽ TG മോഹൻദാസ് ഏട്ടൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ പിണറായി അനുഭാവി കൂടിയാണ്. പിണറായിക്കെതിരെ എപ്പോഴും കൃത്യമായിട്ട് എന്താ പറയുക ന്യായീകരണങ്ങളും അദ്ദേഹം നല്ലൊരു നേതാവാണെന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ, TG മോഹൻദാസിന്റെ ഉള്ളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടോ എന്ന് യഥാർത്ഥത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ക്ഷീരമുള്ള ഒരു അകിടും ചുവട്ടിലും ചോര തന്നെ കൗതുകം എന്ന് പറഞ്ഞ പോലെ താങ്കൾ ഇപ്പൊ ഇതിനെ വളരെ ബുദ്ധിപരമായി, കാരണം താങ്കൾ പിണറായി അനുഭാവിയാ, താങ്കൾക്ക് എതിരെ പറയാൻ പറ്റില്ല. ശരിയാണ്, എനിക്കറിയാമത്. ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞോളൂ, വേണമെങ്കിൽ പറഞ്ഞു തീർക്കണവരെ മിണ്ടായിരിക്കാം. എനിക്ക് താങ്കളെക്കാൾ സഹിഷ്ണുതയുണ്ട്, മിണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഗ്രേറ്റ് പർജായിട്ടും അതുപോലെ സോവിയറ്റ് യൂണിയനിലെ കൊലപാതകങ്ങളുമായിട്ടും ഒന്നും ഇതിനെ കണക്കൂട്ടണ്ട. ഇവിടെ മതങ്ങൾ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്, അർമേനിയയിൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ ലോകരാഷ്ട്രങ്ങളിലും ഇതുപോലെ മറ്റേ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ വലിയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ മതപരമായിട്ടുള്ള കൊലപാതകങ്ങളുണ്ട്. ബൈബിൾ ഈ പറഞ്ഞ പോലെ ചങ്ങലക്കിട്ട് വെച്ചിരുന്നതാണ്. അപ്പൊ അതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഒരു സോവിയറ്റ് യൂണിയനിൽ മാത്രമുള്ള കാര്യമല്ല ഇത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറിന്റെ ഐഡിയോളജികൾ അടിത്തട്ടിൽ പിടിച്ചിട്ടുള്ള ഒരാളുടെ ജൽപ്പനമായിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസം പിടിച്ചുകൊണ്ടാണ്. അപ്പൊ RSSന്റെ സംഘപരിവാറിന്റെ ഐഡിയോളജിയിൽ ഒരു വിദ്വേഷമില്ല, ഒരു വെറുപ്പില്ല. മറ്റേ ആഭ്യന്തര ശത്രുക്കളാണ് മറ്റേ ക്രിസ്ത്യൻസ് എന്നും മുസ്ലിംസ് എന്നും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെന്നും എഴുതി വെച്ചതിലൊന്നും ഇത് ബന്ധമില്ല. പകരം പുള്ളി ആകെ ഒന്ന് പിണറായിയെ കുറിച്ച് 2 നല്ലത് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു. പുള്ളി പിണറായിയെ കുറിച്ച് നല്ലത് പറഞ്ഞത് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി പിണറായി അധികാരത്തിൽ വരാൻ വേണ്ടി നല്ലത് പറഞ്ഞതല്ല, പുള്ളി അതിന്റെ പിന്നിൽ പുള്ളിക്ക് ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് കൊണ്ട് പുള്ളി പറഞ്ഞതാണ്. ഇപ്പോഴും പുള്ളി പറഞ്ഞേക്കണത് നരേന്ദ്രമോദി എന്ത് ചെയ്തു, പോട്ടെ രാജ്യത്തിന് വേണ്ടി അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്തു, പുള്ളിയാണെങ്കിൽ അത് ചെയ്യൂലായിരുന്നു, പുള്ളിയാണെങ്കിൽ ഇതുപോലെ വെടിവെച്ച് കൊന്നേനെ എന്നുള്ളതാണ്. അങ്ങേറ്റം വൃത്തികെട്ട അമലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മൾ വലിയ ഐഡിയോളജിക്കൽ ബേസ് ഒന്നും തരേണ്ട. അല്ല, നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പല രീതിയിൽ അതിനെ കാണേണ്ട ആവശ്യമുണ്ടല്ലോ. ഇപ്പം ഇതിനെ സംഘികള് വിളിച്ചത് എങ്ങനെയാണ്, ഈ പല ആളുകളും ഈ സമരത്തെ കണ്ടത് എങ്ങനെയാണ്, അരാജക സമരം എന്ന രീതിയിലാണ് അവർ കണ്ടത്. അനാർക്കികൾ നടത്തുന്ന സമരം, അത് വെറും കെയോസ് മാത്രമേ സൃഷ്ടിക്കുള്ളൂ. ഇവിടെ കേരളത്തിൽ പിണറായി ഭരിക്കുന്ന സമയത്ത് പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ആശാ സമരം അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ആശാ സമരത്തെ CITU നേതാവായിട്ടുള്ള എളമരം കരീം വിളിച്ചതും ഇതേ ഭാഷയിലാണ്. 2 പേർക്കും ഭാഷ ഈക്വലാണ്. അല്ല, ആ ഭാഷ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എളമരം കരീം വിളിച്ചത്
അരാജക സമരം എന്നാണ്. അരാജക സമരം എന്നാ ഞാൻ അതിനെയാണ് ഒരു സമരം. അപ്പം ഭരണകൂടം പിണറായി ഭരണകൂടമായാലും മോദി ഭരണകൂടമായാലും അവരുടെ അനുഭാവികളൊക്കെ പല സമരങ്ങളെയും അരാജക സമരമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് TG മോഹൻദാസ് സാറിന്റെ ഉള്ളില് ആ ചേട്ടന്റെ ഉള്ളില് ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. തെറ്റായിട്ടുള്ള കാര്യമാണ്. പുള്ളിയുടെ ഉള്ളിൽ ഒരു വർഗീയവാദി മാത്രമേ ഉള്ളൂ. ആ ശാഖയിൽ പോകുന്ന വർഗീയവാദിയുടെ മനസ്സുള്ളത് കൊണ്ടാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു പദമാണ്. അതുള്ള ഒരാൾക്ക് ഇതുപോലെയൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല, പറയാനും കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ പല രാജ്യത്തും സ്റ്റാലിനെ പോലെയുള്ള പല ആളുകളും പല രീതിയിലും പെരുമാറിയിട്ടുണ്ട്. അതൊക്കെ മറ്റൊരു കാര്യമാണ്. അതിപ്പോൾ കമ്മ്യൂണിസം ഇല്ലാത്ത വലതുപക്ഷ നിലപാടെടുത്തിട്ടുള്ള മുസോളിനിയും അതുപോലെ തന്നെ മറ്റേ ഹിറ്റ്ലറും ഒക്കെ തന്നെ പല രീതിയിലും പെരുമാറിയിട്ടുണ്ട്. അതിലൊന്നും ഒരു അർത്ഥമില്ല. ഇവിടെയുള്ള താങ്കളുടേത് അങ്ങേയറ്റ തെറ്റായിട്ടുള്ള ഒരു സമീകരണമാണ്. ഇത് അരാജകവാദികളുടെ സമരമാണ് എന്നുള്ളതല്ല പാർട്ടി പറഞ്ഞത്. അന്ന് CPM തീർച്ചയായിട്ടും ആശാസമരത്തെ കണ്ടിരുന്നത് അത് ഈ 23,000-ഓളം വരുന്ന ആളുകളിൽ 500 പേര് മാത്രം പങ്കെടുക്കുന്ന വളരെ വെസ്റ്റഡ് ഇൻട്രസ്റ്റോടുകൂടി താല്പര്യപ്രകാരമുള്ള ഒരു സമരമായിട്ടാണ്. ആ സമരമായിട്ട് കാണാൻ കാരണം 1000 രൂപയിൽ നിന്ന് 7000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ള അവരുടെ റെമ്യൂണറേഷൻ വർദ്ധിപ്പിച്ചിട്ടും ഒരു സർക്കാർ ഏറ്റവും ഒടുവിലത്തേക്ക് എത്തുമ്പോൾ അവരൊരു സമരത്തിലേക്ക് വരുന്നു. ആ സമരം ചെയ്യുമ്പോൾ അത് കൂട്ടിക്കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെന്റിനെതിരെ അവർക്ക് സമരമില്ല, പകരം സംസ്ഥാന ഗവൺമെന്റിനെതിരെ മാത്രമായി അവർ സമരം ചെയ്യുന്നത് അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ടാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഇളമരക്കരി പറഞ്ഞിട്ടുള്ള വാക്കുകളൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഒരിക്കലും അതെടുക്കുന്നില്ല. അത് തെറ്റായിട്ടുള്ള പ്രയോഗങ്ങളാണ്. പക്ഷെ ഒരു കാരണവശാൽ ഇളമരക്കരീം ഇതിന്റെ 10% പോലും പറഞ്ഞിട്ടില്ല. കാരണം അവരെ വെടിവെച്ച് കൊല്ലണമെന്നോ അവർക്ക് സമരം ചെയ്യാൻ അവകാശമില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് അവിടെ കൃത്യമായിട്ട് ഈ സമരത്തെ പറഞ്ഞിരുന്നില്ല. ഈ സമരത്തെയും ഏതൊരു ഈ സമരത്തെ അരാജക സമരം എന്ന് വിളിക്കുമ്പോൾ അതിനേക്കാൾ വലിയ അരാജകത്വമല്ലേ രാജ്യത്ത് നിലനിന്നത്. കാരണം 270 പരീക്ഷകൾ നടത്തുമ്പോൾ 152 പരീക്ഷകൾ തോരുകയും അതിൽ 23 കുട്ടികൾ മരണപ്പെടുകയും ആ 23 കുട്ടികൾ ആത്മഹത്യ ചെയ്തതിന് ശേഷം പോലും ഒരാൾക്കെതിരെ പോലും നടപടിയെടുക്കാതിരിക്കുകയും ഏറ്റവും ഒടുവിൽ ഈ സമരം ആളിക്കത്തിയപ്പോൾ പോലും ജനത്തോട് 47 പേരെ പുറത്താക്കിയെന്ന് കള്ളം പറയുകയും ചെയ്തതാണ്. കാരണം യഥാർത്ഥത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഈ പറയുന്ന ടോർച്ചർ ഏജൻസിക്ക് 39 സ്റ്റാഫുകളേ ഉള്ളൂ. ആ 39 സ്റ്റാഫുകളിൽ 15 പേര് അവിടെ വേക്കന്റ് ആണ്. ബാക്കി 24 സ്റ്റാഫുകളിൽ എങ്ങനെയാണ് 47 പേരെ പറഞ്ഞു വിടുന്നത്? അപ്പൊ അതിലൊന്നും ഈ പുള്ളിക്ക്, അതായത് അത്ര അരാജകത്വമുള്ള ഒരു സംവിധാനം ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിലനിന്നിട്ടും പുള്ളിക്ക് അതിന്റെ പുറത്തൊന്നും രോഷമില്ല. അവരെ ഒന്നും വെടിവെച്ച് കൊല്ലണമെന്നോ തെറ്റ് ചെയ്യുന്നില്ല. പുള്ളി പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പുള്ളി പറഞ്ഞിട്ട് രാജിവെച്ചില്ല, ഇപ്പൊ ഇവര് പറഞ്ഞിട്ട് രാജിവെച്ചു എന്നാണ് ഇയാളുടെ ഒരു വിലാപം എന്ന് പറയുന്നത്. പക്ഷെ എന്താണെങ്കിലും ശരി, ഈ കാര്യത്തിൽ എന്താണ് കുട്ടികൾ ചെയ്ത തെറ്റ്, എന്താണ് അവരുടെ മോശം ഡിമാൻഡ് ഉണ്ടായിരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി ഏറ്റവും ഒടുവിൽ വരെ പരിശ്രമിച്ച് പരാജയപ്പെട്ടവരുടെ രോഷപ്രകടനമായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അതല്ല അപ്പുറത്തേക്ക് ഇതൊന്നുമില്ല. ഇത് വെറും വൃത്തികെട്ട ഒരു വികലമായിട്ടുള്ള മനസ്ഥിതിയാണ്. 71 വയസ്സുള്ള ഒരാളായതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് പറയാത്തത്. യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ നേരിട്ട ഒരു രാജ്യമാണ് ഇന്ത്യ. അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി ഇന്ദിരാഗാന്ധിക്കെതിരാകുന്നു. തെരഞ്ഞെടുപ്പ് അവര് കൃത്രിമമായിട്ടാണ് അവർ ജയിച്ചത് എന്നുള്ളതായിരുന്നു കോടതി വിധി. പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടാണ്. 1975 ഉണ്ടായിട്ടുള്ള അടിയന്തരാവസ്ഥയെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കൃത്രിമമായി വിജയിച്ചു എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ജഡ്ജിമെന്റ് നടത്തിയത് VR കൃഷ്ണയ്യരാണ്. ആ ജഡ്ജിമെന്റിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളടക്കം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു എന്നാണ്. ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിന് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെ പാടില്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ചുക്കാൻ പിടിച്ചു എന്നുള്ള പേരിലാണ് അലഹബാദ് ഹൈക്കോടതി വിധി വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ നടപ്പാക്കിയിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥയെ നമ്മൾ ആരും തന്നെ അനുകൂലിച്ചിട്ടില്ല. ആ അടിയന്തരാവസ്ഥ കാലത്ത് അതിനുണ്ടായ അടിച്ചമർത്തലുകളെയും ആരും അനുകൂലിച്ചില്ല. അതിനെതിരെ ഒരു രാജ്യം മുഴുവൻ ഒരുമിച്ച് നിന്ന് പോരാടുകയാണ് ചെയ്തിട്ടുള്ളത്. 26 വയസ്സുള്ള ലല്ലു പ്രസാദ് യാദവ് യഥാർത്ഥത്തിൽ ചെന്നിട്ട് ഈ പറയുന്ന പോലെ JP മൂവ്മെന്റ് എന്ന് പറയുന്നത് ജയപ്രകാശ് നാരായണനെ വിളിച്ചുകൊണ്ട് വരികയും ഒരു മൂവ്മെന്റിൽ ഫ്രണ്ടിൽ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. 2 സംസ്ഥാന ഗവൺമെന്റുകളും ഒരു ഹോസ്റ്റലിലുണ്ടായ പ്രശ്നവും കൊണ്ടാണ് അത് തുടങ്ങിയത്. അതുമായിട്ടൊന്നും നമുക്ക് ഈ പറയുന്ന ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇത്. ഇത് യഥാർത്ഥത്തിൽ ഒറ്റ കാര്യം, ഹോൾ പോയിന്റ് ഇതാണ്. ഭരണകൂടങ്ങൾക്ക് നേരെ വരുന്ന സമരങ്ങളെ, പ്രതിഷേധങ്ങളെ അവര് പൂമാല നൽകിയിട്ടോ അല്ലെങ്കിൽ ചുംബനം നൽകിയിട്ടോ
പൂച്ചെണ്ടുകൾ നൽകിയിട്ടൊന്നും സ്വീകരിക്കാറില്ല എന്നുള്ളത് ഒരു അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ല, ചുംബനം നൽകണമെന്ന് എനിക്കില്ല, കാരണം അത് കുറച്ച് ടഫായിരിക്കും. പക്ഷെ ഞാൻ പറയണത് പൂച്ചെണ്ടുകൾ ഇട്ടിട്ടോ ബാക്കിയുള്ളത് ഇട്ടിട്ടോ ഒന്നും ചെയ്യണ്ട. പക്ഷേ ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളെ നിങ്ങൾക്ക് അടിച്ചൊതുക്കാതിരിക്കുകയും അവരോട് ഡയലോഗ്സ് ഉണ്ടാവുകയും വേണം എന്നുള്ളത് ഒരു ജനാധിപത്യത്തിന്റെ കടമയാണ്. ഈ നിങ്ങൾക്കറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ സോനം വാങ്ചുക്കിന്റെ പിതാവ്, അദ്ദേഹം ഇതുപോലെ നിരാഹാരം കിടന്നപ്പോ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന അന്നത്തെ പ്രധാനമന്ത്രി അവിടെ പറന്നു ചെല്ലുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും നിരാഹാരം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള നൂറുകണക്കിന് എക്സാമ്പിൾസ് നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും നേരെ തീർച്ചയായിട്ടും എടുക്കേണ്ട സമീപനം അതാണ്. ഇനി അതേസമയം തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ശരിക്കും പറഞ്ഞ ഇന്ത്യയിലുള്ള ചില ഇതുപോലെയുള്ള ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, മേഘാലയയിലും മിസോറാമിലും ഒക്കെ. അപ്പൊ അതുകൊണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ജന്തർ മന്ദറിൽ അവർ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചത് അവർ അനുമതി മേടിച്ചാണ്. ആ അനുമതി മേടിച്ച് പ്രതിഷേധിക്കാൻ തുടങ്ങിയതിന് ശേഷം അവരോട് സംസാരിക്കാതെ ഈ പറയുന്ന അവരോട് പ്രശ്നം ചർച്ച ചെയ്ത് എന്തായാലും അവസാനിപ്പിച്ചല്ലോ. അവസാനിപ്പിച്ചതിന് ശേഷവും ഇത്തരത്തിലുള്ള വെറുപ്പിന്റെയും അങ്ങേയറ്റം വിദ്വേഷത്തിന്റെയും അങ്ങേയറ്റം കലാപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഈ പ്രസ്താവന ഇയാൾ നടത്തുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സമരം ഇദ്ദേഹം രാജിവെച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ ട്വീറ്റ് നമ്മളൊന്ന് വായിക്കണം. ഇത് കൺട്രിയുടെ ഒപ്പമാണ്, യൂത്തിനൊപ്പമാണ്, അവരുടെ സെന്റിമെന്റ് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അതിനെ എക്സംപ്ലിഫൈ ചെയ്യുകയാണ്, നമ്മൾ അവർക്കൊപ്പമാണ് എന്നുള്ളതിനെ എക്സംപ്ലിഫൈ ചെയ്യുകയാണ് ഈ രാജി എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. ഇവരാരെയും ഈ രീതിയിൽ പരാമർശിക്കാനോ ഒന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പോയിട്ടില്ല. അതേപോലെ തന്നെ സോനം വാങ്ചുങ്ങിന് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ TG മോഹൻദാസ് ഏട്ടൻ്റെ മനസ്സിലുള്ള നിന്ന് പുറത്തു വന്ന ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്റ്റാലിനെയും അതേപോലെ തന്നെ മുസോളിനെയും ഹിറ്റ്ലറിനെയൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ രക്തരൂഷിതമായിട്ട് പ്രതിഷേധങ്ങളെയൊക്കെ നേരിടണമെന്നാണോ RSS യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് ജനങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. RSS യഥാർത്ഥത്തിൽ ഇതിനാണോ ആഗ്രഹിക്കുന്നത്? RSS എന്ത് തന്നെ ആഗ്രഹിച്ചാലും RSSും സംഘപരിവാറും ഒക്കെ അവരുടെ അണികളെ പറഞ്ഞ് പഠിപ്പിച്ചേക്കുന്ന ഇതാണ്. കാരണം നമ്മൾ തമ്മിൽ തന്നെ നേരത്തെ ഒരു ചർച്ച ഉണ്ടായപ്പോൾ വളരെ വിശദമായി ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള ആളുകളെ അടക്കം ഒരു ദേശവിരുദ്ധർ എന്ന് വിളിക്കാൻ ഇവരാരാണ്? ഭീകരവാദികൾ എന്ന് വിളിച്ചതാരാണ്? മണ്ടൻ സംഖ്യകൾ. ഇതെന്താ വെച്ചാൽ ഏറ്റവും താഴേക്കിടയിലുള്ള സംഘപരിവാർ ആളുകളാണ്. ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ചർച്ചകളിൽ വന്നിരുന്നു പോലും, ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പോലും ഇവർ വിദേശവിരുദ്ധരാണെന്നും ഇവർ ഭീകരവാദികളാണെന്നും ഇവർക്ക് അമേരിക്കൻ ഫണ്ട് കിട്ടുന്നുണ്ടെന്നും ഇന്നലത്തെ രാത്രിത്തെ ചർച്ചയ്ക്ക് പോലും പറയുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും മേടിക്കാത്തവരാണ് ഇവർ യഥാർത്ഥത്തിൽ കുഴപ്പമില്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞ് JP നഡ്ഡയും ജിതേന്ദ്ര പ്രസാദും ചർച്ച നടത്തുക മാത്രമല്ല, നിങ്ങൾ ഉയർത്തിയ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് രാത്രി 12 മണിക്ക് വന്ന് ഒരു സെൽഫി വീഡിയോയിലൂടെ പോസ്റ്റ് ചെയ്യേണ്ട, എക്സ്പോസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തി. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും JP നഡ്ഡയും അമിത്ഷായും ജിതേന്ദ്ര പ്രസാദും പോലും തള്ളിക്കളഞ്ഞ വിഷവുമായി ഇവർ ജീവിക്കുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞ പക്ഷെ ഒളിച്ചു പിടിക്കാനെങ്കിലും ഒരു തയ്യാറാവുമ്പോൾ അത് ഇവർക്ക് ഒളിച്ചു പിടിക്കാൻ പോലും പറ്റാത്തത്ര ദ്രംഷ്ടകൾ ഇവരുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വന്നു. സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന ലൈക്കുകൾ വോട്ടായിട്ട് മാറും. സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്ന ഒരു ലൈക്കും വോട്ടായിട്ട് മാറില്ല. എല്ലാ വോട്ടായിട്ട് മാറാനില്ല, പറ്റില്ല എന്നൊന്നുമില്ല. 90% ലൈക്കുകളും വോട്ടായിട്ട് മാറില്ല, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഇപ്പൊ ഈ പറയുന്ന ഈ ആളുകൾക്ക് കിട്ടുന്ന പല ലൈക്കുകളും പല റീച്ചും പോലും അത് ഫാബ്രിക്കേറ്റ് ചെയ്തതാണ്, അത് വളരെ കൃത്യമായി കൺസ്ട്രക്ട് ചെയ്യുന്നതാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇതൊക്കെ തകരാൻ ഇത്ര സമയമേ വേണ്ടുള്ളൂ എന്നുള്ളതൊക്കെ അറിയാം. ഇപ്പൊ ഈ സമരം പരാജയപ്പെട്ടതിന് ശേഷം പോലും മോദിയുടെ വീഡിയോ ഒരുപാട് പേര് കണ്ടു എന്ന് പറഞ്ഞ് എന്തോ മോദി യൂത്ത് അങ്ങോട്ട് ഏറ്റെടുത്തു എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹം ഈ പറഞ്ഞ ഈ പരാമർശത്തെ അനുകൂലിക്കുന്നവർ, നിങ്ങളുടെ ഏതെങ്കിലും മകളോ മകനോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇത് അനുകൂലിക്കുമോ? ഇതിനെ അനുകൂലിക്കുമെന്നാണ് ചോദിക്കാനുള്ളത്. അല്ല, അതൊക്കെ ചോദ്യത്തിന് അർത്ഥമില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ അത് അവരനുകൂലിക്കില്ലെന്ന് 100%. അവനവൻ്റെ തടിക്ക് കൊള്ളുമ്പോൾ മാത്രമാണ് ഇതുപോലെയുള്ള വേഷം കെട്ടുകളൊക്കെ നമുക്ക് പൊള്ളാൻ തുടങ്ങുന്നത്. പിന്നെ ഇയാൾ ഇത് ആദ്യമായിട്ടല്ല ഈ പറയുന്നത്. ഇനി ഇതിലും വലിയ വിഷം തുപ്പുന്ന കാര്യവുമൊക്കെ ഈ പറയുന്ന നമ്മുടെ വെറവൽ TG മോഹൻദാസിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും പിന്നെ ഇത് ഒരു കാര്യം കൂടി, ഇതൊന്നും ഇപ്പൊ ഒരു ലൈവ് ചർച്ചയിൽ ഇരുന്നിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് PC ജോർജ് ഒരിക്കൽ പറഞ്ഞു വർഗീയവാദികളാണെന്നൊരു സമുദായത്തെ കുറിച്ച് പറഞ്ഞു. അതേപോലെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം കൊണ്ട് പോലും പറഞ്ഞേക്കണതല്ല.
ഇതൊരു വീഡിയോ കൃത്യമായി ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ഷൂട്ട് ചെയ്ത് അതിനുശേഷം അത് എഡിറ്റ് ചെയ്ത് അത് പുറത്തേക്ക് വിടുമ്പോൾ പോലും വേണമെങ്കിൽ ഇയാൾക്ക് തിരുത്താനുള്ള സമയമുണ്ട്. അപ്പൊ അത്ര പോലും സാമാന്യ ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത, വെറും ഈ പറയുന്ന പോലെ അറിവ് കെട്ട മുണ്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത്ര ഉള്ളു ഇതിന്റെ കാര്യം. ഞാൻ ഇത്രയും പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, പുള്ളിക്ക് 71 വയസ്സുള്ളത് കൊണ്ടാണ്. പക്ഷെ പുള്ളി കാണിച്ചതും പറഞ്ഞതും ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശപ്പെട്ട. ഓക്കെ ആനസിന്റെ നിലവാരത്തിലേക്ക് ടി.ജി. മോഹൻദാസ് ഓക്കെ ആനസിനേക്കാളും, കാരണം അവനെ നമുക്ക് ശരിയാക്കി എടുക്കാം. അവൻ 10, 15, 20 വയസ്സേ ഉള്ളൂ. അവനെ നമുക്ക് പിന്നെ നന്നാക്കി എടുക്കട്ടെ. അവനെക്കാട്ടിലും ചെറുതായി, അവനെക്കാട്ടിലും വൃത്തിയിട്ടായി. കാരണം അവൻ പോലും ഇത്രയും പറഞ്ഞില്ല. അവൻ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞു. ഇതങ്ങനെയല്ല. ഇതുകൊണ്ടാണ് ഞാൻ ശരിക്കും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഭാഗ്യത്തിന് ഭാരതത്തിനൊക്കെ ഭാഗ്യമുണ്ട്. പുള്ളി പ്രധാനമന്ത്രി പോയിട്ടൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആയില്ല. പുള്ളി മറ്റേ ഫോർട്ട് കൊച്ചിയിലെ മറ്റേ കൗൺസിലർ പോലും എന്ത് ചെയ്തില്ല, ആയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല.